അമേരിക്കൻ പ്രസിഡന്റിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം ഇറാന്റെ തിരക്കഥയും സൗദി അറേബ്യയുടെ സംവിധാനവുമാണ് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഏതൊക്കെ നിലപാടുകളാണ് അമേരിക്കക്കെതിരെ സ്വീകരിക്കേണ്ടതെന്ന് വളരെ കൃത്യമായ രീതിയിൽ ഇറാൻ സൗദി അറേബ്യക്ക് പറയുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചതോടനുബന്ധിച്ച് മിഡിൽ ഈസ്റ്റിൻ്റെ സ്വാതന്ത്ര്യം, അതായത് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് കർക്കശമായിരിക്കുന്ന ചില നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നും ഇറാൻ ചെയ്യുന്ന പ്രവൃത്തികളും അതോടൊപ്പം ഈ സൗദി അറേബ്യ ചെയ്യേണ്ട പ്രവൃത്തികളും അവിടെ വെച്ച് തന്നെ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ്. കുറഞ്ഞൊരു ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ കുറേശ്ശെയായിട്ട് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ട് അമേരിക്കയോട് പറയണം. ലോക ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. ഇപ്പോഴും ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും തരത്തിൽ നയതന്ത്ര ബന്ധമുള്ള അറബ് രാജ്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അങ്ങനെ വളരെ കർക്കശമായിരിക്കുന്ന ചില നിലപാടുകളും ചില ഉപാധികളും സൗദി അറേബ്യയോട് പാലിക്കണമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇതിനു മുൻപ് ഇറാൻ പറഞ്ഞു വെച്ചതാണ്. ഇബ്രാഹിം റൈസി പ്രസിഡന്റായിരുന്ന സമയത്ത് ജിദ്ദ ഉച്ചകോടിയോടനുബന്ധിച്ച് അദ്ദേഹം പറയപ്പെട്ട കാര്യത്തിൻ്റെ ആവർത്തനം തന്നെയാണ് ഇപ്പോഴും ഇറാൻ പറയാനുള്ളത്. ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ വിചാരിക്കാതെ നടക്കില്ലെന്നും നമ്മളത് വേണ്ട തരത്തിൽ വിചാരിക്കണമെന്നും ഇറാൻ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.